ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പുതിയ വീട് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഒരു ഗ്ലാഡിങ് ടൈലുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഗ്ലാഡിങ് ടൈലുകളുടെ വലിയൊരു ശേഖരം ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും MRP അതിൻ്റെ അകത്ത് കൂടെ വരുന്നുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഗ്ലാഡിങ് ടൈലുകൾ പല മോഡൽസ് വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോണുകളാണ് കംപ്ലീറ്റ് വരുന്നത്. നാച്ചുറൽ സ്റ്റോണുകൾ നല്ല രീതിയിൽ പോളിഷ് ചെയ്യുന്ന രീതിയിൽ പോളിഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ നല്ല പ്രൊജക്ഷൻ ടൈപ്പ് വരുന്നുണ്ട്. അതല്ലാതെ ഒരു ടൈലിൻ്റെ എഫക്റ്റീവ് വരുന്നുണ്ട്. അതല്ലാത്ത രീതിയിലും പ്രൊജക്ഷൻ ലെവലിലും വരുന്നുണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് ഇട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്, വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിൽ നമ്മൾ ചെറിയൊരു പോർഷൻ, അതായത് പിക്ചർ വരുന്ന രീതിയിൽ പോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന രീതികളിലെല്ലാം ഇതുപോലെ നാച്ചുറൽ സ്റ്റോണുകൾ ഒട്ടിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരുന്ന മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അത് ആ നാച്ചുറൽ സ്റ്റോണുകളാണ്. അതിൻ്റെ ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്കത് കൊടുക്കാൻ സാധിക്കും. അതായത് പ്രൊജക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതായത് പ്രൊജക്ഷനുകളുള്ളത് തന്നെ പല രീതിയിലാണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ MRP കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് MRP കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് പല മോഡൽസും വരുന്നുണ്ട്, പല രീതിയിലും വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പല നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയാണ്. ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങളെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള കരിങ്കല്ല് പോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് സെപ്പറേറ്റ് നാച്ചുറൽ സ്റ്റോണുകൾ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഏരിയയിൽ ഇത് കൊടുത്താൽ അത്യാവശ്യം പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കും കാണാനൊക്കെ ആയിട്ട്. അത് പല മോഡൽസിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഉള്ളത്. ഈ ഡിസൈനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണമെങ്കിലും ആ സ്റ്റോൺ വെച്ച് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ അടുത്ത മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇനി അതിൻ്റെ MRP ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അതായത് ഇത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളിലൊന്നാണ്. ഇതിൻ്റെ MRP നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ക്ലാഡിങ് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ഇത്രയധികം ശേഖരം, അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ MRP കാര്യങ്ങളെല്ലാം സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്ന് നിങ്ങൾ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആ ഒറിജിനാലിറ്റി എപ്പോഴും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പ്രൊജക്ഷൻ കാര്യങ്ങളൊന്നും ഒരു കറക്റ്റ് ആയിരിക്കില്ല. കറക്റ്റ് അല്ലാത്തതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത്. നമുക്ക് വീടിൻ്റെയൊക്കെ ഫ്രണ്ടുകളിൽ അതുപോലെ തന്നെ പിന്നെ രൂപക്കൂടുകളിൽ വരുന്നുണ്ട്. രൂപക്കൂടിൻ്റെ ബാക്ക് സൈഡ്, അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ രൂപക്കൂടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺ വെച്ച് ചെയ്യാറുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വെച്ച് ചെയ്ത് നല്ല നീറ്റായിരിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് കാണാവുന്ന സെറ്റപ്പാണ്. ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. ഒരു അമേസിങ് പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണ്ട. അതായത് പണ്ടത്തെ നമ്മുടെ ഇഷ്ടികയുടെയൊക്കെ ഒരു മോഡൽ വരുന്ന രീതിയിൽ അതിൻ്റെ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലല്ലാത്ത രീതിയിലുള്ള ടൈലോ കാര്യങ്ങളല്ലാത്ത രീതിയിൽ തന്നെ പക്ക നാച്ചുറൽ സ്റ്റോൺ ലെവലിൽ വെച്ച് നമ്മൾ വീട് വയ്ക്കുന്നു. വീടിൻ്റേതായ ഡിസൈനിങ്ങും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. ഒരു ഇൻറ്റീരിയർ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ നല്ലൊരു പ്രൊഡക്ട്സുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ഏത് മോഡൽസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല വരുന്നത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്ത് കണ്ടുവരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പർഹോള സിസ്റ്റം വരുന്നതിൻ്റെ താഴെയായിട്ട് അതായത് പർഹോള കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ചില ആർച്ച് സിസ്റ്റങ്ങളൊക്കെ വരാറുണ്ട്. വീടിൻ്റെ ചില ആർച്ചുകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ക്വയർ കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ ഗ്ലാഡിങ് ടൈലുകൾ കംപ്ലീറ്റ് ഒട്ടിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഏറ്റവും ഇപ്പോൾ 2 നില വീടാണെങ്കിലും ഒറ്റ നില വീടാണെങ്കിലും താഴെ നിന്ന് ഒരു ഏരിയ, അതായത് ഏതെങ്കിലും ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു ബൗണ്ടറി എന്ന ലെവലിലും നമ്മൾ കൊടുക്കാറുണ്ട്. നാച്ചുറൽ സ്റ്റോണുകൾ കൊടുക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ തൂണുകൾ വരുന്നുണ്ട്. സ്ക്വയർ തൂണുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരുന്നത്. കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളാണെങ്കിലും സ്ക്വയർ തൂണുകൾ വരുന്നത്. അതിലേക്ക് കറക്റ്റായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ കറക്റ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിലും വരുന്നുണ്ട്. ഇനി അപ്പോക്സി ചെയ്യുന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റോണുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ രീതിയിലും
ചെയ്യാം. അതായത് ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു നെറ്റ് സിസ്റ്റമാണ് വരുന്നത്. ആ നെറ്റ് സിസ്റ്റത്തിലാണ് ഓരോ സ്റ്റോണുകളും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റോണുകളും ഏകദേശം ആ നെറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് നെറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പരിക്കലിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഗമ്മുണ്ട്, അതിലാണ് നമ്മൾ ഉറപ്പിച്ച് ചെയ്യുന്നത്. എക്സ്പേർട്ട് ആയ ഒരുപാട് ടൈലിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പെർട്ട് ആളുകളുണ്ട്. അവരൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. അതായത് ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലെവലിൽ തന്നെ, അതായത് ഒരിക്കലും അതിൻ്റെ സൈഡുകളിൽ നമുക്കതിൻ്റെ പരിക്കനോ അല്ലെങ്കിൽ സിമെൻറ്റോ കയറി വരാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പരിക്കൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പുകൾ ആ നാച്ചുറൽ ഫീലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ അത് അടഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നീറ്റായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾ കണ്ടോ ഈ താഴെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ വീടിൻ്റെയൊക്കെ ചുമരുകളിലൊക്കെ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിലും ഇതുപോലെ തന്നെ ഒരു നാച്ചുറൽ സ്റ്റോൺ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇതുപോലൊരു ചാനലിൽ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. Thank you.